ഇടുക്കി ജില്ലയിൽ ജീപ്പ് സവാരിക്ക് നിരോധനം. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിരോധനം ഏർപ്പെടുത്തിയത്. നിരോധനത്തിനെതിരെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധമുയരുന്നുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ, പാരിസ്ഥിതിക നാശം, ശബ്ദമലിനീകരണം, അനിയന്ത്രിത സർവീസ് എന്നിവ ചൂണ്ടിക്കാട്ടി ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ജില്ലാ കളക്ടർ ജില്ലയിലെ ജീപ്പ് സവാരിക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. യാതൊരു അനുമതിയുമില്ലാതെ മതിയായ ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങളിൽ ജീപ്പ് സവാരി വ്യാപകമായിരുന്നു. കഴിഞ്ഞ ദിവസം മൂന്നാറിലുണ്ടായ അപകടത്തിൽ ഒരു വിനോദസഞ്ചാരി മരിക്കുകയും ചെയ്തതോടെയാണ് അടിയന്തര നടപടി. നിയന്ത്രണം നടപ്പിലാക്കാൻ പഞ്ചായത്ത്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വനം വകുപ്പ് എന്നിവർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ വിനോദസഞ്ചാര മേഖലയിൽ സവാരി നടത്തുന്ന വാഹനങ്ങൾക്ക് മാർഗരേഖയുണ്ടാക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. സുരക്ഷിതമായ പാതകൾ, ഡ്രൈവർമാരുടെ യോഗ്യത, വാഹനങ്ങളുടെ ഫിറ്റ്നസ് എന്നിവയിൽ പുതിയ മാനദണ്ഡം വരും. ഈ മാസം 10 മുമ്പ് പഞ്ചായത്തുകളോട് ഇത് സംബന്ധിച്ച നിർദ്ദേശം സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം യാതൊരു മുന്നറിയിപ്പുമില്ലാതെയുള്ള നിരോധനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇവിടുത്തെ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരെന്ന് പറയുന്നത് ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരാ. ഇവിടുത്തെ ടൂറിസം നല്ല രീതിയിൽ മുന്നോട്ട് പോയാലേ ഞങ്ങളുടെ വീട്ടിൽ അരി മേടിക്കാൻ പറ്റുള്ളൂ എന്ന ചിന്തയോടുകൂടിയാണ് ടാക്സി ഡ്രൈവർമാർ ഈ മേഖലയിൽ കടന്നു വരുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ആ അപകടത്തിന്റെ പേരിൽ ഇത് അടച്ചുപൂട്ടുന്ന നടപടി കലക്ടർ പിൻവലിക്കണം. നിരോധനത്തിനെതിരെ കുമളി, ആനച്ചാൽ, മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധമടക്കമുള്ള സമരങ്ങൾ അരങ്ങേറി. 269 പേർ മരണപ്പെട്ട വിമാന ദുരന്തത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ടതല്ലേ? KSRTC ബസ്സുകൾ ആക്സിഡന്റ് ഉണ്ടാകുന്നു, അതിൽ ആളുകൾ മരണപ്പെടുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടുത്തെ സർവീസുകൾ നിർത്തിവെക്കുന്നുണ്ടോ? കൃത്യമായ രാഷ്ട്രീയ ലോബിയുടെയും മറ്റ് പ്രദേശങ്ങളിലുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകുന്നത്. മൂന്നാറിലും മാങ്കുളത്തും നിരോധനം മറികടന്ന് ജീപ്പുകൾ സർവീസ് നടത്തുന്നുണ്ടെന്ന് ആരോപണമുണ്ട്. ചിലയിടങ്ങളിൽ മറ്റ് ഡ്രൈവർമാർ നിരോധനം മറികടന്ന് സർവീസ് നടത്തിയ വാഹനങ്ങൾ തടയുന്നതടക്കമുള്ള സംഭവങ്ങളുണ്ടായി. നിയന്ത്രണം ലംഘിക്കുന്നത് തടയാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും തയ്യാറാകാത്തത് ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാറാൻ ഇടവരുത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.